ഈ ലോകം മാറുകയാണ്. അതിനനുസരിച്ച് യുദ്ധതന്ത്രങ്ങളും മാറുന്നു. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായിരുന്നു ഭാരതം. ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു നിർണായക ആയുധദാതാവായി മാറിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യൻ പ്രതിരോധ മേഖല ഒരു നിക്ഷേപകൻ്റെ സ്വർഗമാണ്. വെറുമൊരു കണക്കല്ല ഇത്. തുടർ വർഷങ്ങളിൽ രാജ്യത്ത് വരാനിരിക്കുന്ന 7 ലക്ഷം കോടി രൂപയുടെ വലിയൊരു അവസരമാണ്. എന്തുകൊണ്ടാണ് നിക്ഷേപകർ ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിലേക്ക് ഉറ്റുനോക്കുന്നത്? എന്താണ് മേൽപ്പറഞ്ഞ 7 ട്രില്യൺ ഓപ്പർച്യൂണിറ്റി? ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 തുടക്കം കുറിക്കാൻ പോകുന്ന ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ആ സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ്. വരൂ നമുക്ക് നോക്കാം. ഭാരത സർക്കാർ വരാനിരിക്കുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 7 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ പ്രൊജക്റ്റുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. മിസൈലുകൾ, ടാങ്കുകൾ, വിമാനങ്ങൾ, വിമാനവാഹിനികൾ, പടക്കപ്പലുകൾ, അന്തർവാഹിനികൾ, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ ആകാശ് മിസൈലുകൾ, ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ, തേജസ് മാർക്ക് 1A എയർക്രാഫ്റ്റുകൾ എന്നീ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഈ 7 ലക്ഷം കോടി രൂപ എന്നത് വെറുമൊരു ബജറ്റ് തുകയല്ല, മറിച്ച് ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കാൻ പോകുന്ന ഉറപ്പായ ഓർഡറുകളാണ്. ഒരു കാലത്ത് നാം റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങിയിരുന്ന 500-ലധികം പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ന് ഭാരതത്തിൽ തന്നെ നിർമ്മിക്കണമെന്ന് സർക്കാർ കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതിനെ പോസിറ്റീവ് ഇൻഡിജനൈസേഷൻ ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. 2014 കേവലം 600 കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി ഇന്ന് ഉദ്ദേശം 21,000 കോടി രൂപ കടന്നിരിക്കുന്നു. ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോസ് മിസൈലുകളും അർമേനിയയിലേക്ക് പിനാക്ക റോക്കറ്റുകളും അയച്ചുകൊണ്ട് ലോക ആയുധ വിപണിയിലെ ഒരു ഹബ്ബായി മാറാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ഭാരതം. 2030 ഇത് 50,000 കോടി രൂപയാക്കുകയാണ് ലക്ഷ്യം. ടാറ്റ, L&T, ഭാരത് ഫോർജ് തുടങ്ങിയ ബഹുരാഷ്ട്ര ഇന്ത്യൻ കമ്പനികൾക്കൊപ്പം 10,000 കണക്കിന് ചെറുകിട വ്യവസായങ്ങളും ഇന്ന് ഈ മേഖലയിലുണ്ട്. തമിഴ്നാട്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ ഇതിന് കരുത്തേകുന്നു. DRDO വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ ഇന്ന് രാജ്യത്തെ സ്വകാര്യ കമ്പനികൾക്ക് സൗജന്യമായി വിട്ടുകൊടുക്കുന്നുണ്ട്. കൂടാതെ ഡ്രോണുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയിൽ ലോക നിലവാരത്തിലുള്ള ഗവേഷണങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നതും ഇതിന് പിൻബലമാവുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള വൻകിട സ്ഥാപനങ്ങൾ ഭാരതത്തിൻ്റെ നാവിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. INS വിക്രാന്ത് പോലുള്ള പടുകൂറ്റൻ വിമാനവാഹിനികൾ നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യയെ ഇത്തരം സമുദ്രയാനങ്ങൾ വികസിപ്പിക്കാൻ കഴിവുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലെത്തിച്ചു. വളർച്ചാ സാധ്യതകൾ ഏറെയാണെങ്കിലും സെമി കണ്ടക്ടർ ലഭ്യതയും സങ്കീർണമായ കരാർ നടപടികളും 2026 ഇന്ത്യക്ക് വെല്ലുവിളികളാണ്. എങ്കിലും 2025 പരിഷ്കരണങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഈ തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ വരും വർഷങ്ങളിലേക്ക് ലക്ഷ്യമിടുന്ന 7 ലക്ഷം കോടി രൂപയുടെ ഈ മഹായാത്ര വെറുമൊരു സാമ്പത്തിക വളർച്ചയല്ല, മറിച്ച് ലോകത്തിനു മുന്നിൽ ഭാരതം ആർജിക്കുന്ന ഒരു കരുത്തിൻ്റെ അടയാളമാണ്. നിക്ഷേപകർക്കും സംരംഭകർക്കും ഈ മേഖല നൽകുന്ന അവസരങ്ങൾ സമാനതകളില്ലാത്തതാണ് എന്ന് തന്നെ പറയാം. ഇത് 2026 തുടക്കമിടുന്ന നവഭാരതത്തിൻ്റെ ഒരു പ്രതിരോധ വിപ്ലവം. ഇതിലൂടെ ആയുധങ്ങൾ മാത്രമല്ല നിർമ്മിക്കപ്പെടുന്നത് എന്നോർക്കുക, മറിച്ച് സ്വയം പര്യാപ്തതയുടെ വലിയൊരു ആത്മവിശ്വാസത്തെ കൂടിയാണ് സുവ്യക്തമായ ഈ പരിവർത്തനത്തിലൂടെ നമ്മുടെ രാജ്യം സൃഷ്ടിക്കുന്നതും. ജയ് ഹിന്ദ്.